മിസ്സാണ്. സോ ദാ കുറെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അല്ലെ, പരീക്ഷ കഴിഞ്ഞു, അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലാസ്സുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ പുസ്തകങ്ങളൊക്കെ തുറന്ന് പാഠങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ EVS ഇനി നമുക്ക് നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ദ വേൾഡ് വി ലിവ് ഇൻ അല്ലെ, നാം ജീവിക്കുന്ന ലോകം എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത വളരെ രസകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ജീവിക്കുന്ന ലോകത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇതാ ഈ കാണുന്നത് എന്താന്ന് മക്കൾക്ക് അറിയാവോ? ഇത് നമ്മുടെ ഭൂമിയാണ് കേട്ടോ. ഭൂമിക്ക് പുറത്തു നിന്ന്, ബഹിരാകാശത്ത് നിന്നൊക്കെ ഭൂമിയുടെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ ഫോട്ടോ എടുത്ത് നോക്കാറില്ലേ, അതേപോലെ ഭൂമിയുടെ നമ്മുടെ ഏർത്തിന്റെ ഫോട്ടോ നമ്മൾ എടുത്തു നോക്കിയാ നമ്മൾ കാണുന്നതാണ് ദാ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ ആകൃതി അല്ലെ, ഏർത്തിന്റെ ഷേപ്പ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? യെസ്, ഇത് കാണുന്ന സമയത്ത് ആ ഒരു ബോൾ പോലെ കാണപ്പെടുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോൾ പോലെ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം അല്ലെ. നമ്മളെ ചുറ്റും നോക്കുന്ന സമയത്ത് ദാ മിസ് ഇങ്ങനെ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ഭൂമി ഇതേപോലെ ഉരുണ്ടിട്ടാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് പരന്നിട്ടാണ്. ഇപ്പൊ നിങ്ങളൊരു ക്ലാസ് റൂമിൽ നിൽക്കുകയാണെങ്കിൽ ക്ലാസ് റൂം പരന്നിട്ടാണ് അല്ലെ. നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീടിന്റെ ഒരു റൂം നോക്കുകയാണെങ്കിൽ ആ റൂമിന്റെ ആകൃതി പരന്നിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഭൂമി അല്ലെങ്കിൽ ഏർത്ത് പരന്നിട്ടല്ലേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ദാ ഇവിടെ ഒരു കുഞ്ഞു കാര്യം നിങ്ങളോടായിട്ട് പറയാണ്. നിങ്ങൾ നോക്കിയേ, ഇത് നമ്മളെല്ലാരും കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോളാണ് അല്ലെ. ആ ബോളിന്റെ ഒരു സൈഡിലായിട്ട് ദാ ഇതേപോലെ ചെറുതായിട്ട് ഒരു സ്ക്വയർ അല്ലെ, അല്ലെങ്കിൽ ഒരു ചതുരം നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നോക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചതുര കഷ്ണം അല്ലെ, ഈ ഒരു ചതുരം മാത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, പരന്ന് കിടക്കുകയല്ലേ അത്. അപ്പൊ ശരിക്കും ഉരുണ്ടൊരു ബോൾ ആയിരുന്നെങ്കിലും ഒരു ചെറിയ ഭാഗം അല്ലെ, ഒരു ചെറിയ പോർഷൻ മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് ഉരുണ്ടതായിട്ടല്ല തോന്നുന്നത് അല്ലെ. ഈ ഒരു ഭാഗം മാത്രം കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അല്ലെ, ഒരു ചതുരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ കാര്യവും. കാരണം ഭൂമി എന്ന് പറയുന്നത്, നമ്മുടെ ഏർത്ത് എന്ന് പറയുന്നത് ശരിക്കും ദാ നമ്മുടെ ബോൾ പോലെ ഉരുണ്ട് കിടക്കുകയാണ് അല്ലെ. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ആ ഒരു ഭൂമിയിലുള്ള ചെറിയൊരു ഭാഗത്ത് മാത്രമാണ്. അപ്പൊ ആ ഒരു ഭാഗം, നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താണ്, യെസ് ഇത് പരന്ന് കിടക്കുകയാണെന്ന്. എന്നാൽ ശരിക്കും ഭൂമി എങ്ങനെയാണ്, പരന്നിട്ടല്ല അല്ലെ. ഒരു ബോളൊക്കെ പോലെ, ബോളിൽ ഒരു ഉറുമ്പൊക്കെ ഇഴഞ്ഞു നടന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്താണ്, ആകൃതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ മക്കള് പറയണം. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, റൗണ്ട് ഷേപ്പ് ആണ്, ഉരുണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്റ്റുകളെ, ഉരുണ്ടിട്ടുള്ള വസ്തുക്കളെ ഒക്കെ നമ്മൾ വിളിക്കുന്നത് സ്ഫിയേഴ്സ് അഥവാ ഗോളം എന്നാണ്. സ്ഫിയേഴ്സ് അഥവാ ഗോളം എന്നാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഏർത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ ആകൃതി എന്താണ്, ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കള് പറയേണ്ടത് യെസ് അത് സ്ഫിയർ ആണ്, അല്ലെങ്കിൽ അതൊരു ഗോളാകൃതിയിലാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, യെസ് ഗോളാകൃതിയിലാണ് അല്ലെ, സ്ഫിയർ ഷേപ്പിലാണ്, ഒരു ബോള് പോലെയാണ്, അല്ലാതെ അത് എന്തല്ല, പരന്നിട്ടല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കാം. അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ ഇതാ ടീച്ചേഴ്സ് ഒക്കെ ഇതാ ഇതേപോലെ നീല നിറത്തിൽ അല്ലെ ബോള് പോലെയുള്ള ഒരു സാധനം കൊണ്ട് നടക്കുന്നത്. ഇതെന്താന്ന് മക്കൾക്ക് അറിയാവോ? ഇതിനെയാണ് നമ്മള് ഗ്ലോബ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മള് ഗ്ലോബ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയുടെ അല്ലെ നമ്മുടെ ഏർത്തിന്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് നമ്മൾ ഗ്ലോബിനെ കണക്കാക്കുന്നത്. കാരണം ഭൂമിയെ ഒരുമിച്ച് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല അല്ലെ. എന്നാൽ ഭൂമിയിലുള്ള എല്ലാ പ്രത്യേകതകളും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള അതിനൊരു മിനിയേച്ചർ വേർഷൻ, അതിന്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, നമ്മുടെ ഗ്ലോബിനെ നമ്മൾ കാണുന്നത്. നമ്മൾ ഭൂമിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, ഏർത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബിൽ നിങ്ങൾ നോക്കിയേ, മൊത്തത്തിലൊരു നീലമയമാണ് അല്ലെ, ഒരു ബ്ലൂ കളർ നമ്മൾ കാണുന്നില്ലേ.
ആ നീല നിറം അല്ലെങ്കിൽ ബ്ലൂ കളർ എന്ന് പറയുന്നത് എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് മക്കൾക്ക് അറിയാവോ? അത് നമ്മുടെ കടലിനെ, സീ അല്ലെ, നമ്മുടെ കടലിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗ്ലോബില് ഈ നീല നിറത്തിൽ കാണുന്നതൊക്കെ എന്താണ്, കടൽ ഭാഗമാണ് അല്ലെ, സീ ആണ്. എന്നാൽ അതല്ലാതെ നമ്മൾ കാണുന്നില്ലേ, പല നിറങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇതാ ഇവിടെ ഒക്കെ കാണുന്നില്ലേ, ഇതൊക്കെ എന്താണ്, കരഭാഗം അല്ലെ, ലാൻഡ് ഭാഗമാണ്. ഓക്കെ, ലാൻഡ് ആണ് അഥവാ കരഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ മക്കൾക്ക്? അപ്പൊ നമ്മുടെ ഗ്ലോബ് എന്ന് പറയുന്നത് ഭൂമിയെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അവിടെ ഈ നീല നിറത്തിൽ കാണുന്നതൊക്കെ വെള്ളമാണ് അല്ലെ, അതായത് കടലാണ്, സീ ആണ്. അതിന്റെ ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, പല നിറങ്ങളിലായിട്ട് യെസ് കരഭാഗം അല്ലെ, ലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കളുടെ ഓർമ്മയിൽ എത്തുക. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഈ ഒരു ആശയം നമ്മളിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അപ്പൊ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിന്റെ ഷേപ്പ് എന്താണ്, ആൻഡ് എന്താണ് ഒരു ഗ്ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവിടെ കാണുന്ന നിറങ്ങളൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.